പാലാ നഗരസഭയിൽ UDF-ന് ഭരണം നഷ്ടമായിരിക്കുന്നു. മാണിസാറ് വിഭാവനം ചെയ്ത പാല, നല്ല സുന്ദരമായൊരു പാല, അതിന്റെ ആ കാലഘട്ടത്തിന്റെ ഒരു കോട്ടമാണ് കഴിഞ്ഞ 6 മാസക്കാലം വന്നത്. ഈ ഭരണം എങ്ങനെയായിരിക്കും? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചന നടത്തി? കേരള കോൺഗ്രസ് ഒത്തുചേരുമോ? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്താണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിശ്വാസം നിങ്ങൾക്കറിയാം. അവിശ്വാസം ആദ്യം പ്രകടിപ്പിച്ചത് ഞങ്ങളല്ല, സാങ്കേതികമായിട്ട് ഞങ്ങൾക്കാണ് 3-1 ഭൂരിപക്ഷം വേണ്ടത്. അപ്പൊ 3-1 കോറം വേണം. അത് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ കൗൺസിലർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രമേയം പാലിപ്പിച്ചു. അപ്പം പാലായ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. തുടർന്നുള്ള പറഞ്ഞ ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇല്ലില്ല, വ്യക്തമായിട്ട് പറഞ്ഞു. ഒരിക്കലും മാറില്ല. വ്യക്തമായ തീരുമാനം പറഞ്ഞു. പാലാ നഗരസഭയിൽ UDF-ന് ഭരണം നഷ്ടമായിരിക്കുന്നു. കോൺഗ്രസിന്റെ 4 കൗൺസിലർമാരടക്കം ഇന്ന് അവിശ്വാസ പ്രമേയത്തിൽ അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും UDF-ന് വലിയ തിരിച്ചടിയാണ് പാലാ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്.